ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ചാന്ദ്രദിന ക്യൂസ് 2026 പാർട്ട് 9 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെറും ഒരു എപ്പിസോഡ് മാത്രമല്ല, ഇന്ന് ചാന്ദ്രദിന ക്യൂസ് പാർട്ട് 9 ഫൈനൽ പാർട്ട് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും മുഴുവനായും കണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഫൈനൽ പാർട്ട് ആയതുകൊണ്ട് ഇന്ന് 15-ൽ കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വായനാ ദിന ക്യൂസ്, അക്ഷരമുറ്റം ക്യൂസ്, ജലദിന ക്യൂസ്, അങ്ങനെ എല്ലാ ക്യൂസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം നന്നായി എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ക്വിസിൻ്റെ വീഡിയോസും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അതെല്ലാം ജോയിൻ ചെയ്യുക. അത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, ബഹിരാകാശത്ത് എത്തിയ ആദ്യ മലയാളി ബഹിരാകാശ സഞ്ചാരി ആരാണ്? ബഹിരാകാശത്ത് എത്തിയ ആദ്യ മലയാളി നാസ സഞ്ചാരി ആരാണെന്നാണ് കേട്ടോ. അപ്പോൾ ഉത്തരം ഡോക്ടർ അനിൽ മേനോനാണ്. അദ്ദേഹം ഇപ്പോൾ അടുത്താണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് വിവരങ്ങളൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അടുത്താണ് ചെന്നിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ചന്ദ്രനിലെത്തി, ചന്ദ്രനൊക്കെ തൊട്ടിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പോവുകയാണ്. അദ്ദേഹം ജൂലൈ 14-നാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് KP ശങ്കരൻ മേനോൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ്. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം കൽപ്പന ചൗളയാണ്. കൊളംബിയ വാഹനത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ട കൽപ്പന ചൗള. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ആരാണ്? ഉത്തരം അപ്സരയാണ്. അപ്സര പെൻസിലല്ല, അപ്സരയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? മലയാളിയാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. സന്തോഷ് ജോർജ് കുളങ്ങര. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ഉത്തരം GSLV Mark 2 ആണ്. ഇതാണ് ISROയിലെ ബാഹുബലി എന്നറിയപ്പെടുന്നത്. ചന്ദ്രൻ്റെ പേരിലുള്ള ദിവസം ഏതാണ്? ചന്ദ്രൻ്റെ പേരിലുള്ള ദിവസം ഏതാണ്? ഉത്തരം തിങ്കളാഴ്ചയാണ്. തിങ്കൾ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രനാണ്. ഇനി അടുത്ത ചോദ്യമാണ്, ചന്ദ്രയാൻ 2 വിക്ഷേപണവുമായി സഹായിച്ച രാജ്യം ഏതാണ്? ചന്ദ്രയാൻ 2 വിക്ഷേപണവുമായി സഹായിച്ച രാജ്യം ഏതാണ്? ഉത്തരം റഷ്യയാണ് ചന്ദ്രയാൻ 2 വിക്ഷേപണവുമായി സഹായിച്ച രാജ്യം. ഇനി ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം LVM3 ആണ്. M3 ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം. ചന്ദ്രയാൻ 3 വാഹനമിറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 വാഹനമിറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നതാണ് ശിവശക്തി പോയിൻ്റാണ്. ചന്ദ്രയാൻ 3 വാഹനമിറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേര്. ചന്ദ്രനിലെ മണ്ണിൻ്റെ പേരെന്താണ്? ചന്ദ്രനിലെ മണ്ണിൻ്റെ പേരെന്താണ്? ഉത്തരം റിഗോലിത്താണ്. ചന്ദ്രനിലെ മണ്ണിൻ്റെ പേര്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുടെ പേരെന്താണ്? സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുടെ പേരെന്താണ്? ഉത്തരം ഹീലിയോളജി.
ഹീലിയോളജിയാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുടെ പേര്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ഒരാളുടെ പേരാണ്. ഉത്തരം യൂറി ഗഗാറിനാണ് കേട്ടോ. യൂറി ഗഗാറിനാണ് ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ മനുഷ്യനും. അദ്ദേഹം കൂടിയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ മനുഷ്യനും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ശുഭാംശു ശുക്ലയാണ് ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ചന്ദ്രയാൻ 2വിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ചന്ദ്രയാൻ 2വിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം മുത്തയ്യ വനിതയാണ് ചന്ദ്രയാൻ 2വിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രനിൽ ആദ്യമായി വിത്ത് മുളപ്പിച്ച രാജ്യം ഏതാണ്? ചന്ദ്രനിൽ ആദ്യമായി വിത്ത് മുളപ്പിച്ച രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ് ചന്ദ്രനിൽ ആദ്യമായി വിത്ത് മുളപ്പിച്ച രാജ്യം. ചന്ദ്രയാൻ 1 എന്ന ദൗത്യത്തിൻ്റെ സയൻറ്റിസ്റ്റ് ആരാണ്? ചന്ദ്രയാൻ 1 എന്ന ദൗത്യത്തിൻ്റെ സയൻറ്റിസ്റ്റ് ആരാണ്? ഉത്തരം ജെ.എൻ. ഗോപസ്വാമിയാണ് ചന്ദ്രയാൻ 1ൻ്റെ സയൻറ്റിസ്റ്റ്. ചന്ദ്രൻ്റെ ദക്ഷിണ രൂപത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ്? ചന്ദ്രൻ്റെ ദക്ഷിണ രൂപത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ്? ഇതാണ് ചോദ്യം. അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ ശിവനാണ് ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത്. ചന്ദ്രനിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? ഉത്തരം ചൈനയിലെ വൻമതിലാണ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഇന്ത്യയിലെ മനുഷ്യനിർമ്മിത വസ്തു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം 2006 ഓഗസ്റ്റ് 14 പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച വർഷം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രപഞ്ച ഉൽപ്പത്തി വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? ഉത്തരം കോസ്മോളജിയാണ് പ്രപഞ്ച ഉൽപ്പത്തി വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖ. ഇനി ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം രോഹിണി 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ? ഉത്തരം 68ാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ. അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഉത്തരം കറുത്ത വാവാണ് അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര്. സൂപ്പർ മൂൺ എന്നാൽ എന്ത്? ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് സൂപ്പർ മൂൺ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാന്ദ്രദിന ക്യൂസ് പാർട്ട് 9 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 15ൽ കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യൂസ് മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ്, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് എന്നീ സ്ഥാനങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വക നിങ്ങളുടെ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ വേറെയും ക്യൂസ് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതും എഴുതിയെടുത്ത് നന്നായി പഠിക്കുക.
അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. Thank you for watching.